ഒരു സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നെഗോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിലപേശൽ എന്നതിനെക്കുറിച്ചാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരു യുദ്ധം പോലെയാണ്, അല്ലേ? രണ്ടുപേർ ഇരുവശത്തും നിന്ന് ഒരാൾ ജയിക്കുന്നു, മറ്റൊരാൾ തോൽക്കുന്നു. പക്ഷേ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ലേഖനങ്ങൾ പറയുന്നത് അതങ്ങനെയല്ല. വിലപേശൽ ഒരു യുദ്ധമല്ല, മറിച്ച് ഒരുമിച്ച് ചെയ്യുന്ന ഒരു നൃത്തം പോലെയാണെന്നാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ചില ചുവടുകൾ. ഇന്ന് നമ്മൾ ആ 6 പ്രധാന ചുവടുകൾ പഠിക്കാൻ പോവുകയാണ്. അതെ, ആ ഒരു കാഴ്ചപ്പാട് തന്നെ വളരെ രസകരമാണ്. ഒരു യുദ്ധത്തിൽ നിന്ന് നൃത്തത്തിലേക്കുള്ള മാറ്റം. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ തന്ന ഈ സോഴ്സ് മെറ്റീരിയലിലെ 6 കഴിവുകൾ ഏതൊക്കെയാണെന്നും അവ നിങ്ങളുടെ ജോലിയിലും ജീവിതത്തിലും ഒരുപോലെ എങ്ങനെ ഉപയോഗിക്കാമെന്നും ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. ഇതൊരു കലയാണ് ശരിക്കും. പരിശീലനത്തിലൂടെ ആർക്കും മെച്ചപ്പെടുത്താൻ കഴിയുന്നൊന്ന്. തീർച്ചയായും. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസർ മൈക്കൽ വീലർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വിലപേശൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ഒരുപക്ഷെ കയ്യിൽ നിന്ന് പോകുമായിരുന്ന പല ഡീലുകളും നേടിയെടുക്കാൻ അത് സഹായിക്കും. അതുമാത്രമല്ല, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വഴക്കുകളായി മാറുന്നതിന് മുൻപ് പരിഹരിക്കാനും ഇത് സഹായിക്കുമത്രേ. അപ്പോൾ ആ നൃത്തത്തിലെ ആദ്യത്തെ ചുവടിലേക്ക് കടന്നാലോ? അതായത് ആശയവിനിമയം. തീർച്ചയായും. ആദ്യത്തെ ചുവട് വ്യക്തമായ ആശയവിനിമയം. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി ധൈര്യത്തോടെ എന്നാൽ ബഹുമാനത്തോടെ പറയാൻ കഴിയണം. പലപ്പോഴും നമുക്ക് വേണ്ടതെന്താണെന്ന് പറയാനൊരു മടിയുണ്ടാകും. അവരെന്ത് വിചാരിക്കും എന്നൊരു ഭയം. പക്ഷേ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ശരിയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് മാത്രം പോരല്ലോ. മറ്റേയാൾ പറയുന്നത് കേൾക്കുന്നതും അത്ര തന്നെ പ്രധാനമല്ലേ? അതാണ് രണ്ടാമത്തെ, ഒരുപക്ഷെ അതിലും പ്രധാനപ്പെട്ട ഭാഗം. ഇതിനെ ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയും. അവർ പറയുന്നത് കേൾക്കുക മാത്രമല്ല, അവരുടെ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ആവശ്യങ്ങളും ആശങ്കകളും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരൊരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല, അതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഉദാഹരണത്തിന്, ഒരു പ്രൊജക്റ്റിൻ്റെ ഡെഡ്ലൈൻ നീട്ടിത്തരാൻ മാനേജറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ സംഭാഷണം അവിടെ തീരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ക്ലയന്റിന് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതുണ്ടാവാം. അല്ലെങ്കിൽ ടീമിലെ മറ്റുള്ളവരുടെ ജോലിഭാരം കൂടുമെന്ന പേടിയാവാം. ആ യഥാർത്ഥ കാരണം മനസ്സിലാക്കിയാൽ നമുക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഓക്കേ, അപ്പൊ വെറുതെ കേട്ടിരുന്നാ പോരാ, ചോദ്യങ്ങൾ ചോദിച്ച് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ചില ആളുകൾ അത്ര തുറന്ന് സംസാരിക്കില്ലല്ലോ. അവരെ എങ്ങനെയാണ് നമ്മളൊന്ന് സംസാരിപ്പിക്കുക? നല്ല ചോദ്യമാണ്. അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം പറയാവുന്ന ചോദ്യങ്ങൾക്ക് പകരം തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഡെഡ്ലൈൻ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നതിനു പകരം, ഈ ഡെഡ്ലൈൻ പാലിക്കുന്നതിൽ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇത് അവരെ കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കും. സംഭാഷണം ഒരു കൊടുക്കൽ വാങ്ങലാണ്. അതാണ് ഈ ചുവടിന്റെ അടിസ്ഥാനം. ശരിയാണ്. അപ്പോൾ വ്യക്തമായി സംസാരിക്കുക, അതിലും ശ്രദ്ധയോടെ കേൾക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ ചുവട്, വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്. സാധാരണയായി നമ്മൾ വികാരങ്ങളെ ഒരു പ്രശ്നമായിട്ടാണല്ലോ കാണാറ്, പ്രത്യേകിച്ച് വിലപേശലുകളിൽ. എന്നാൽ ഈ ലേഖനത്തിൽ അതിനെ ഒരു ശക്തിയായി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? നമ്മൾ സാധാരണ കരുതുന്നത് വിലപേശലിൽ വികാരങ്ങൾ കാണിക്കാതിരിക്കുന്നതാണ് മിടുക്ക് എന്നാണ്. ഒരു പോക്കർ ഫേസ് ഇടണം എന്നൊക്കെ പറയില്ലേ? എന്നാൽ നിങ്ങളുടെ സോഴ്സ് പറയുന്നത് നേരെ തിരിച്ചാണ്. ഒരു ഡീലിനോടുള്ള നിങ്ങളുടെ ആവേശം കാണിക്കുന്നത് നിങ്ങളതിനെ ശരിക്കും വിലമതിക്കുന്നു എന്നാണ്. ഇത് മറുഭാഗത്തുള്ളയാൾക്ക് ഒരുതരം ഉറപ്പ് നൽകും. അവർ വിൽക്കുന്ന പ്രോഡക്റ്റിനെയോ സർവീസിനെയോ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് അവർക്ക് തോന്നും. ഇത് വിശ്വാസമുണ്ടാക്കാൻ സഹായിക്കും. അപ്പൊ നമ്മളെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതും കാണിക്കാമോ? അവിടെയാണ് കൗതുകരമായ കാര്യം. ആ ഉത്കണ്ഠയെയും പരിഭ്രമത്തെയും ആവേശമാക്കി മാറ്റാൻ ശ്രമിക്കാം എന്നാണ് ലേഖനം പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോകുമ്പോൾ നെഞ്ചിടിക്കുന്നത് സ്വാഭാവികമാണ്. അതിനെ ഭയമായി കാണുന്നതിനു പകരം എനിക്കിതിൽ ആവേശമുണ്ട്, ഇതൊരു നല്ല അവസരമാണ് എന്ന് സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാഷയിലും സംസാരത്തിലും ആ മാറ്റം വരും. ഇത് മറ്റേയാൾക്ക് പോസിറ്റീവ് എനർജി നൽകും. അതുപോലെ അവരുടെ വികാരങ്ങൾ വായിച്ചെടുക്കാനും കഴിയണം. അവരുടെ മുഖഭാവം, സംസാരത്തിലെ മാറ്റങ്ങൾ, ശരീരഭാഷ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അവർ പറയാതെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചു. പക്ഷേ വെറും ധൈര്യവും ആവേശവും കൊണ്ട് മാത്രം ഒരു ചർച്ചയ്ക്ക് പോകാൻ പറ്റുമോ? ഒരു പ്ലാൻ വേണ്ടേ? കൃത്യമായ ഒരു തയ്യാറെടുപ്പില്ലാതെ പോയാൽ പരാജയപ്പെടില്ലേ? അതെങ്ങനെ തയ്യാറാക്കും? തീർച്ചയായും. അതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവട്: ആസൂത്രണം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഒരു ചർച്ചയ്ക്ക് പോകുന്നത് ഗൂഗിൾ മാപ്പില്ലാതെ ഒരു അപരിചിതമായ സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് പോലെയാണ്. വഴിതെറ്റാനും എത്താൻ ആഗ്രഹിക്കാത്തൊരിടത്ത് എത്താനും സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ തയ്യാറെടുപ്പിന് ഒരു ഘടന നൽകാൻ 2 ആശയങ്ങൾ ഈ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണത്? ആദ്യത്തേത് സോപ്പ അഥവാ സോൺ ഓഫ് പോസിബിൾ അഗ്രിമെന്റ്. അതായത് നിങ്ങൾക്കും മറ്റേ കക്ഷിക്കും ഒരുമിച്ചൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്ന ഒരു റേഞ്ച്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പഴയ കാർ വിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കുറഞ്ഞ വില 4 ലക്ഷം രൂപയാണ്. അതിൽ താഴെ വിൽക്കാൻ നിങ്ങൾ തയ്യാറല്ല. വാങ്ങാൻ വരുന്നയാൾ പരമാവധി 4.5 ലക്ഷം രൂപയെ കൊടുക്കാൻ തയ്യാറുള്ളൂ. ഇവിടെ 4 ലക്ഷത്തിനും 4.5 ലക്ഷത്തിനും ഇടയിലുള്ള ആ ഏരിയയാണ് സോപ്പ. ഈ സോണിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഡീൽ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ 5 ലക്ഷത്തിൽ കുറച്ച് വിൽക്കില്ലെന്നും വാങ്ങുന്നയാൾക്ക് 4 ലക്ഷത്തിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്നും വന്നാൽ അവിടെ ഒരു സോപ്പ ഇല്ല. അതായത് ഒരു കരാറിന് സാധ്യതയില്ല. ഇത് കേൾക്കാൻ നല്ലതാണ്. പക്ഷേ നമ്മുടെ ബാറ്റ്ന അത്ര ശക്തമല്ലെങ്കിൽ എന്തു ചെയ്യും? ഉദാഹരണത്തിന്, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ഓപ്ഷനൊന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ധൈര്യമായി വിലപേശാൻ പറ്റും? അവരുടെ കയ്യിൽ ഒരു ബാക്കപ്പ് പ്ലാനുമില്ലല്ലോ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. ഇവിടെയാണ് രണ്ടാമത്തെ ആശയം വരുന്നത്: BATNA, അതായത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്. ചർച്ച പരാജയപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്നതുള്ള ഏറ്റവും മികച്ച ഉത്തരം. നേരത്തെ പറഞ്ഞ കാറിന്റെ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് 4 ലക്ഷത്തിൽ കുറഞ്ഞൊരു ഓഫറാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ BATNA എന്തായിരിക്കാം? ഒരുപക്ഷേ ആ കാർ നിങ്ങളുടെ ഒരു സുഹൃത്തിന് 3.9 ലക്ഷത്തിന് കൊടുക്കാം എന്നൊരു വാക്കുണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരു ഡീലർ 3.8 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇതിലേറ്റവും നല്ല ഓപ്ഷൻ 3.9 ലക്ഷത്തിന് സുഹൃത്തിന് വിൽക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ BATNA. ഓക്കെ, അപ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ. അതെ. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ബാറ്റ്ന ദുർബലമാണെങ്കിൽ എന്തു ചെയ്യും? ഒരു ജോലി ഓഫറും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ വിലപേശാൻ പറ്റും? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ബാറ്റ്ന ദുർബലമാണെന്ന് മറ്റേയാൾക്ക് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ ദുർബലനല്ല. രണ്ടാമതായി, നിങ്ങളുടെ ബാറ്റിനെ മെച്ചപ്പെടുത്താൻ ചർച്ചയ്ക്ക് മുൻപ് ശ്രമിക്കുക. മറ്റൊന്നോ രണ്ടോ കമ്പനികൾ കൂടി ഇന്റർവ്യൂവിന് ശ്രമിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശക്തി അറിവും തയ്യാറെടുപ്പുമാണ്. ആ കമ്പനിയെക്കുറിച്ച്, ആ ജോലിയെക്കുറിച്ച് നന്നായി പഠിക്കുക. ആ സ്ഥാനത്ത് നിങ്ങളെത്തിയാൽ കമ്പനിക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് കൃത്യമായ കണക്കുകൾ സഹിതം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്റിന് ദുർബലമാണെന്ന കാര്യം ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണ് ദുർബലമായ ഒരു ബാറ്റ്ന. ശരിയാണ്. അപ്പോൾ തയ്യാറെടുപ്പ് എന്നത് വെറുതെ മനസ്സിൽ കുറച്ച് കണക്ക് കൂട്ടുന്നതല്ല, കൃത്യമായ സോപ്പ, ബാറ്റ്ന എന്നിവയെക്കുറിച്ച് ധാരണയുണ്ടാക്കുന്നതാണ്. ഈ ബാറ്റ്ന എന്ന ആശയം ഒരു രക്ഷാകവചം പോലെയാണ്. മോശം ഡീലുകൾക്ക് സമ്മതിക്കാതെ ഇറങ്ങിപ്പോരാനുള്ള ഒരു ധൈര്യം തരും. ഓക്കെ, ഈ തയ്യാറെടുപ്പെന്ന ആശയം ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞത് ഇതൊരു നൃത്തം പോലെയാണെന്നാണല്ലോ. അപ്പോൾ ആ ഒരു സഹകരണത്തിന്റെ മനോഭാവം എവിടെയാണ് വരുന്നത്? നല്ല പോയിന്റ്. അവിടെയാണ് നമ്മുടെ നാലാമത്തെ ചുവട് വരുന്നത്. ഇതിനെ ലേഖനത്തിൽ പറയുന്നത് വാല്യൂ ക്രിയേഷൻ എന്നാണ്. നമ്മളിതിനെ രണ്ടുപേർക്കും കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തൽ എന്ന് വിളിക്കാം. സാധാരണയായി നമ്മൾ വിലപേശലിനെ കാണുന്നത് ഒരു കേക്കിന്റെ കഷ്ണം പങ്കുവെക്കുന്നത് പോലെയാണ്. എനിക്ക് വലിയ കഷ്ണം കിട്ടിയാൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണമേ കിട്ടൂ. എന്നാൽ ഈ കേക്ക് തന്നെ വലുതാക്കാൻ ശ്രമിച്ചാലോ? കേക്ക് വലുതാക്കുകയോ? അതെങ്ങനെയാണ്? ഒരു ജോലി ഓഫർ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെ എടുക്കാം. സാധാരണ എല്ലാവരും ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും വിലപേശുന്നത്. അത് കേക്ക് മുറിക്കലാണ്. എന്നാൽ ശമ്പളത്തിനു പുറമെ കൂടുതൽ അവധി ദിവസങ്ങൾ, വർക്ക് ഫ്രം ഹോം സൗകര്യം, പഠിക്കാനുള്ള അവസരങ്ങൾ, ഇൻഷുറൻസ് കവറേജ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഒരുപക്ഷേ കമ്പനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന ശമ്പളം തരാൻ സാമ്പത്തികമായി കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ വർഷത്തിൽ 10 ദിവസം അധികം അവധി തരാൻ അവർക്ക് കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ പണം അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ പണം മാത്രമല്ല മൂല്യം, മറ്റു പല കാര്യങ്ങൾക്കും മൂല്യമുണ്ട്. അതിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അതെ, ഇതിലൂടെ 2 കൂട്ടർക്കും ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്കും സന്തോഷം,
കമ്പനിക്കും വലിയ സാമ്പത്തിക ഭാരമില്ലാതെ ഒരു നല്ല ജീവനക്കാരനെ കിട്ടിയതിൽ സന്തോഷം. ഇതൊരു മത്സരമായി കാണാതെ ഒരു പ്രശ്നം ഒരുമിച്ച് പരിഹരിക്കാനായി ശ്രമിക്കുമ്പോഴാണ് ഈ കേക്ക് വലുതാക്കൽ സാധ്യമാകുന്നത്. പക്ഷേ ഇതൊരു വിൻ വിൻ സാഹചര്യം എല്ലായ്പ്പോഴും ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു പഴയ കാർ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ രൂപയും വാങ്ങുന്നയാൾക്ക് നഷ്ടമല്ലേ? അവിടെ എങ്ങനെയാണ് കേക്ക് വലുതാക്കാൻ പറ്റുന്നത്? മികച്ച ചോദ്യം. ഒറ്റനോട്ടത്തിൽ അതൊരു സീറോ സം ഗെയിമായി തോന്നാം. പക്ഷെ അവിടെയും വഴികളുണ്ട്. ഒരു പക്ഷേ വാങ്ങുന്ന ആൾക്ക് പണം ഒറ്റയടിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടാവാം. നിങ്ങൾക്ക് 2 ഗഡുക്കളായി പണം സ്വീകരിക്കാൻ സമ്മതമാണെങ്കിൽ അത് അയാൾക്കൊരു വലിയ സഹായമാണ്. തിരിച്ച് അയാൾക്ക് കാർ പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് ഉടൻ തന്നെ പേപ്പർ വർക്കുകൾ ശരിയാക്കി കൊടുക്കുന്നത് നിങ്ങൾക്കും ഒരു നേട്ടമാണ്. അല്ലെങ്കിൽ കാറിന്റെ കൂടെ ഒരു വർഷത്തെ ഇൻഷുറൻസ് കൂടി നിങ്ങൾ നൽകുന്നു. ഇതിലൂടെ വില കുറയ്ക്കാതെ തന്നെ ഡീൽ കൂടുതൽ ആകർഷകമാക്കാം. ഇങ്ങനെ സർഗാത്മകമായി ചിന്തിച്ചാൽ മിക്ക സാഹചര്യങ്ങളിലും പുതിയ മൂല്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ശരിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാനുണ്ട്, ബാഡ്നാസോപ്പ. ഒരു നല്ല മനസ്സുമുണ്ട്, വാല്യൂ ക്രിയേഷൻ. ഇനി ഇതെല്ലാം കൂടി ചർച്ചയുടെ സമയത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അതിനൊരു തന്ത്രം വേണ്ടേ? അതാണ് 5ാമത്തെ കഴിവല്ലേ? അതെ, സ്ട്രാറ്റജി അഥവാ തന്ത്രം. ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായ തന്ത്രം നനയേണ്ടതുണ്ട്. നിങ്ങളുടെ ബോസിനോട് ശമ്പളം കൂട്ടിച്ചോദിക്കുന്നതും ഓൺലൈനിലൊരു സാധനം വാങ്ങുമ്പോൾ ബാർഗെയിൻ ചെയ്യുന്നതും ഒരുപോലെയല്ലല്ലോ. ബോസിന്റെ അടുത്ത് നിങ്ങളുടെ പ്രകടനവും കമ്പനിക്ക് നിങ്ങളെക്കൊണ്ടുള്ള ഗുണവുമാണ് പറയേണ്ടത്. അവിടെ നിങ്ങളുടെ മൂല്യം സ്ഥാപിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഓൺലൈൻ സെല്ലറോട് മറ്റൊരിടത്ത് ഇതിലും വില കുറവുണ്ട് എന്ന് പറയുന്നതാവും ചിലപ്പോൾ കൂടുതൽ ഫലപ്രദം. അപ്പൊ സാഹചര്യം അനുസരിച്ച് തന്ത്രം മാറിക്കൊണ്ടിരിക്കും. ഒരു നല്ല തന്ത്രം രൂപപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയലിൽ 4 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. 1. നിങ്ങളുടെ പങ്കെന്താണെന്ന് നിർവചിക്കുക. നിങ്ങൾ വാങ്ങുന്നയാളാണോ, വിൽക്കുന്നയാളാണോ, അതൊരു മധ്യസ്ഥനാണോ? 2. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ശക്തി എന്താണ്? 3. മറ്റേ കക്ഷിയുടെ കാഴ്ചപ്പാട് പരിഗണിക്കുക. അവർക്കെന്താണ് വേണ്ടത്? അവരുടെ ബാറ്റ്ന എന്തായിരിക്കാം? അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നത് ഒരു ഒത്തുതീർപ്പിലെത്താൻ സഹായിക്കും. 4. ചർച്ച പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ തന്ത്രം വിലയിരുത്തുക. കാര്യങ്ങൾ വിചാരിച്ച പോലെയാണോ പോകുന്നത്? തന്ത്രത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ സമീപനം വേണം. ചർച്ച കഴിഞ്ഞു, ഒരു തീരുമാനമായി. മിക്കവരും അവിടെ നിന്നും അടുത്ത കാര്യത്തിലേക്ക് പോകും. പക്ഷേ ഈ ലേഖനങ്ങൾ പറയുന്നത് ആ നൃത്തം അപ്പോഴും തീർന്നിട്ടില്ല, അവസാനത്തെ ഒരു ചുവടുകൂടി ബാക്കിയുണ്ടെന്നാണ്. അതാണ് 6ാമത്തെ കഴിവ്, പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. അതെ, കഴിഞ്ഞുപോയ ചർച്ചയെപ്പറ്റി ഒന്നുകൂടിയിരുന്ന് ആലോചിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യാൻ മടിക്കുന്ന എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ചർച്ച വിജയമായാലും പരാജയമായാലും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാകും. എന്തുകൊണ്ടാണ് ആ ഡീൽ നടന്നത്? അല്ലെങ്കിൽ എവിടെയാണ് പിഴച്ചത്? പക്ഷേ എന്തിനാണ് ഇങ്ങനൊരു പോസ്റ്റ്മോർട്ടം? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കാരണം ഓരോ വിലപേശലും അടുത്തതിലേക്കുള്ള ഒരു പരിശീലനമാണ്. ഓരോ ചർച്ചയ്ക്ക് ശേഷവും സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുക. എന്റെ ആശയവിനിമയം വ്യക്തമായിരുന്നോ? ഞാൻ അവരുടെ വികാരങ്ങൾ ശരിയായി മനസ്സിലാക്കിയിരുന്നോ? എന്റെ തയ്യാറെടുപ്പിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഒരുപക്ഷേ ഞാൻ കുറച്ചുകൂടി ക്ഷമ കാണിക്കേണ്ടിയിരുന്നോ? അല്ലെങ്കിൽ കുറച്ചുകൂടി ഉറച്ചു നിൽക്കേണ്ടിയിരുന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളെ അടുത്ത തവണ ഒരു മികച്ച നെഗോഷിയേറ്ററാക്കും. ഫലങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ മൂല്യം സൃഷ്ടിക്കാൻ പുതിയ വഴികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചിന്തിക്കാം. ഇതൊരു തുടർച്ചയായ പഠന പ്രക്രിയയാണ്. വികാരങ്ങളെ മനസ്സിലാക്കൽ, കൃത്യമായ ആസൂത്രണം, രണ്ടുപേർക്കും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കൽ, സാഹചര്യത്തിനനുസരിച്ചുള്ള തന്ത്രം, പിന്നെ കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കൽ. ഇതൊരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്തേണ്ട ഒന്നാണ്. തീർച്ചയായും. നിങ്ങൾ ഈയിടെ നടത്തിയ ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ വിലപേശലിനെക്കുറിച്ച് ഒന്നാലോചിച്ച് നോക്കൂ. അതൊരു ഓൺലൈൻ ഷോപ്പിംഗിലെ ഡിസ്കൗണ്ടിനെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിന് കൂടുതൽ സമയം ചോദിച്ചതാകാം. ഈ പറഞ്ഞ 6 കഴിവുകളിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചുകൂടി നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന്റെ ഫലം എങ്ങനെ മാറുമായിരുന്നു? ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ആ ചർച്ച കുറച്ചുകൂടി എളുപ്പമായേനെ. ശരിയാണ്. ഇതൊരു പുതിയ ലെൻസിലൂടെ പഴയ കാര്യങ്ങളെ കാണുന്നത് പോലെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ തയ്യാറെടുപ്പിനെക്കുറിച്ചും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ചർച്ചയ്ക്ക് ശേഷമുള്ള വിലയിരുത്തലിനെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. പക്ഷേ ഏറ്റവും മികച്ച പ്ലാനുമായി
തികഞ്ഞ ആത്മനിയന്ത്രണത്തോടെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പോലും ആ നിമിഷത്തിൽ ഒരു വിലപേശലിനെ പാളം തെറ്റിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സൂക്ഷ്മമായൊരു വികാരം ഏതായിരിക്കും? അത് പ്രകടമായ ദേഷ്യമോ ഭയമോ ആകണമെന്നില്ല. ഒരുപക്ഷെ അത് മറ്റേയാളെ വില കുറച്ച് കാണുന്ന അമിതമായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത പിടിവാശിയോ ആകാമോ? എന്തായിരിക്കും ആ നിമിഷത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ ചെറിയ എന്നാൽ ശക്തമായ വികാരം?